പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ചിന്തകൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പൗരോഹിത്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ പൗരോഹിത്യം വിലയുള്ളതാണോ, നിലനിൽക്കുന്നതാണോ? ഇതേക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലേവ്യ പൗരോഹിത്യത്തെപ്പറ്റി നാം കേട്ടിട്ടുണ്ട്. ആ പൗരോഹിത്യം ഒരു ഇടക്കാല പൗരോഹിത്യമായിരുന്നു. എന്നാൽ അപ്പോഴും മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമായി നിലനിന്നിരുന്നു. എന്നാൽ മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തിൽ അപ്പവും വീഞ്ഞും മാത്രമേ ഉള്ളൂ. അതായത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും മാത്രമേ ഉള്ളൂ. ഈ പൗരോഹിത്യത്തിൽ കുർബാന, ബലിയർപ്പണം, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ബലിയല്ല കരുണയാണ് എനിക്ക് വേണ്ടതെന്ന്. എന്നാലും വിടത്തില്ല, പിന്നെയും പിന്നെയും ഇനിയൊരു ബലിയർപ്പിക്കുവാൻ വരുമോ? അതുപോലെ തന്നെ ഒപ്പീസ്, കുമ്പസാരം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചവരോട് പ്രാർത്ഥിക്കുക, വിഗ്രഹങ്ങളുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ മെഴുകുതിരിയെല്ലാം കത്തിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഓരോ വർഷവും പെരുന്നാളിന് ഈ വിഗ്രഹങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നടക്കുക. അതുപോലെ ശിശുസ്നാനം, കൂദാശകൾ, മധ്യസ്ഥരോടുള്ള പ്രാർത്ഥന. അവിടെ കൊണ്ടും തീരുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു 10-200 വർഷം കിടന്നിട്ടേ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. ഇങ്ങനെയുള്ള വ്യാജ പഠിപ്പിക്കലുകൾ, ഇതൊന്നും ഈ മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തിലില്ല. ഇനി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൽ നിന്നും വന്നതാണ് നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും ഞാൻ ഈ പറഞ്ഞ ഒരൈറ്റവും ഇല്ല. ആ പൗരോഹിത്യത്തിലും യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ആദിമസഭ, അതായത് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാർ, അവരുടെ സഭ, അവർ എന്തൊക്കെയാണ് ചെയ്തത്, അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു, അവരുടെ പഠിപ്പിക്കലുകൾ എന്തൊക്കെയായിരുന്നു, അതാണ് ഇന്നത്തെ ദൈവസഭയുടെ ആധാരം. ഈ അപ്പസ്തലന്മാർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അവർ എന്താണ് ചെയ്തത്? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ ബലിയർപ്പിക്കുകയല്ല ചെയ്തത്, കുമ്പസാരിപ്പിക്കുകയല്ല ചെയ്തത്. എല്ലാ ഞായറാഴ്ചകളിലും വീട് വീടാന്തരം കയറി ഇറങ്ങി അപ്പം നുറുക്കുമായിരുന്നു. അതാണ് യേശുക്രിസ്തു നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും പോയി നിങ്ങൾ എൻ്റെ സുവിശേഷം അറിയിക്കുക. കാരണം ആ സുവിശേഷത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയൂ. ബാക്കിയുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരിക്കലും നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. ഇത് വെറും മതമാണ്, മനുഷ്യൻ ഉണ്ടാക്കിയ മതം. മനുഷ്യനുണ്ടാക്കിയ ഈ മതത്തിന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയില്ല. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ മതമെല്ലാം വിട്ടിട്ട് ഒരു മനുഷ്യൻ്റെ പിന്നാലെ പോകണം. ആ മനുഷ്യൻ്റെ പേരാണ് യേശുക്രിസ്തു. ഇനി ഈ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് നിത്യ പൗരോഹിത്യമാണ്. കാരണം യേശുക്രിസ്തു എന്നേക്കും ജീവിക്കുന്നു, ഒരിക്കലും മരിക്കില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യമായതിനാൽ ഈ പൗരോഹിത്യം മറ്റാർക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മറ്റാർക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. വിശ്വാസികളായ വീണ്ടും ജന്മം പ്രാപിച്ച യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട മക്കൾ യേശുക്രിസ്തു എന്ന ആ നിത്യ പുരോഹിതൻ്റെ കീഴിലുള്ള രാജകീയ പുരോഹിത വംശമാണ്. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ കീഴിലുള്ള പുരോഹിതരാണ്. ഈ പൗരോഹിത്യത്തിൽ സുവിശേഷം മാത്രമേ ഉള്ളൂ, അപ്പവും വീഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ പൗരോഹിത്യം എവിടെ നിന്ന് വന്നു? ആരാണ് ഈ പൗരോഹിത്യം ഇവർക്ക് കൊടുത്തത്? ഏതായാലും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഇവർക്ക് ലഭിച്ചിട്ടില്ല, മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യവുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇന്നത്തെ പൗരോഹിത്യം അഹ്റോന്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയാണ് എന്ന്. അപ്പോൾ അഹ്റോന്യ പൗരോഹിത്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ
നിലനിന്നുകൊണ്ട് ഈ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങാപ്പീര ചേർക്കുന്ന പോലെ അവിടെയായി യേശു ക്രിസ്തുവിനെ ഫിറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതായത് പഴയ തുണിയോട് പുതിയ തുണി തുന്നിച്ചേർക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞൊഴിച്ചു വയ്ക്കുന്ന അവസ്ഥ. ഇവിടെ എന്തു പറ്റും? വീഞ്ഞും പോവും, തോൽക്കുടവും പോവും, തുണിയെല്ലാം കീറിപ്പോവുകയും ചെയ്യും. ഇതാണ് ഈ പുരോഹിതരുടെ പിന്നാലെ പോകുന്ന വിശ്വാസികളുടെ അവസ്ഥ. കാരണം അവർ പോകുന്നത് ഒരു മതത്തിൻ്റെ പിന്നാലെയാണ്, യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയല്ല. അപ്പോൾ നമുക്കറിയാം, അഹ്റോന്യ പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ യാഗത്തോട് എന്നേക്കുമായിട്ട് അവസാനിച്ചു. ഇനി ആ പൗരോഹിത്യത്തിന് വിലയില്ല. ഇപ്പോൾ ദേവാലയമില്ല, ബലിപീഠമില്ല, ബലിവസ്തുവില്ല, അതുകൊണ്ട് പുരോഹിതരുമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ചോദ്യം, ഈ അരക്കെട്ടും ലോഹിയും അംശവടിയും ആകാശം മുട്ടി നിൽക്കുന്ന ഈ തൊപ്പിയുമൊക്കെ വെച്ച് ഈ മോതിരവുമൊക്കെ ഫിറ്റ് ചെയ്ത് നടക്കുന്ന ഇവർ ആരാണ്? ഇവരുടെ പൗരോഹിത്യം എവിടെ നിന്നാണ് വന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ വഞ്ചനയിൽ പെട്ട് പോകരുത്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നിത്യതയാണ്. അതുകൊണ്ട് യേശു കർത്താവിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി മുന്നോട്ട് പോവുക. ഈ പൗരോഹിത്യം നിങ്ങളെ വഞ്ചിക്കും. അന്ധനെ വഴികാട്ടുന്ന ആ ഒരു അവസ്ഥയായി പോവും. രണ്ടും കുഴിയിൽ വീഴും. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ വിടുവിക്കുകയും ചെയ്യട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആമേൻ.